രാവിലെ തിരക്കേറിയൊരു ബസ്. അതിനുള്ളിൽ നിൽക്കുകയായിരുന്നു കിരൺ. ബസ് സ്റ്റോപ്പിൽ നിന്ന് ഓടിയെത്തി ഒരു പെൺകുട്ടി കയറി. ടിക്കറ്റ് 2, അവൾ പറഞ്ഞു കണ്ടക്ടറോട്. കിരൺ അവളെ നോക്കി. 1 എനിക്ക്, അവൾ ചിരിച്ചു. അവളുടെ പേര് അലീന. ആ ചെറിയ സംഭവത്തിൽ നിന്ന് അവരുടെ പരിചയം തുടങ്ങി. ഓരോ ദിവസവും അതേ ബസ്സിൽ, അതേ സമയം. അവർ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. നീ എവിടേക്കാണ് പോകുന്നത്? ജോലി. നീ? കോളേജ്. ചെറിയ സംഭാഷണങ്ങൾ, ചെറിയ ചിരികൾ. പതിയെ അവർ അടുത്തവരായി. ഒരു ദിവസം അലീന പറഞ്ഞു, ഈ ബസ് യാത്ര ഒരിക്കലും അവസാനിക്കരുത്. കിരൺ ചിരിച്ചു. അപ്പോൾ നമ്മൾ ഒരേ വഴിയിലാണ്, അവൻ പറഞ്ഞു. പക്ഷേ ഒരു ദിവസം അലീന ബസ്സിൽ കയറിയില്ല. അടുത്ത ദിവസവുമില്ല. കിരൺ കാത്തിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. അവൾ തിരികെ വന്നില്ല. ഒരു ദിവസം കിരൺ ബസ്സിലിരിക്കുമ്പോൾ സീറ്റിൽ ഒരു പഴയ ബസ് ടിക്കറ്റ് കണ്ടു. അതിന്റെ പിന്നിൽ എഴുതിയിരുന്നത്, ഞാൻ പോകേണ്ടി വന്നു, പക്ഷെ ഈ യാത്ര ഞാൻ മറക്കില്ല. കിരണിന്റെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം വീണ്ടും അതേ ബസ്. കിരൺ കയറി. ടിക്കറ്റ് 2, ഒരു പരിചിത ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. അലീന. അവൾ ചിരിച്ചു. ഈ തവണ ഞാൻ പോകില്ല, അവൾ പറഞ്ഞു. കിരൺ ചിരിച്ചു. ആ നിമിഷത്തിൽ അവൻ മനസ്സിലാക്കി, ചില യാത്രകൾ അവസാനിക്കില്ല. അവ ഇടയ്ക്ക് നിർത്തി വീണ്ടും തുടങ്ങും. രാത്രി 11 മണി. ഫോൺ സൈലന്റിൽ വെച്ച് ഉറങ്ങാൻ പോവുകയായിരുന്നു ഫൈസൽ. അപ്പോൾ സ്ക്രീനിലൊരു മിസ്ഡ് കോൾ. അപരിചിത നമ്പർ. അവൻ തിരിച്ചു വിളിച്ചു. ഹലോ. ഒരു പെൺ ശബ്ദം. മിസ്ഡ് കോൾ വന്നിരുന്നു, ഫൈസൽ പറഞ്ഞു. സോറി, തെറ്റായിപ്പോയി, അവൾ പറഞ്ഞു. കോൾ കട്ട്. അതവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അടുത്ത ദിവസം വീണ്ടും ഒരു മിസ്ഡ് കോൾ. ഈ തവണ ഫൈസൽ ചിരിച്ചു. ഇതിനി തെറ്റല്ലല്ലോ, അവൻ ചോദിച്ചു. അവൾ ചിരിച്ചു. അവളുടെ പേര് ഹിബ. ആ ദിവസത്തിൽ നിന്ന് അവർ സംസാരിക്കാൻ തുടങ്ങി. ആദ്യത്തിൽ ചെറിയ സംഭാഷണങ്ങൾ, പിന്നീട് നീണ്ട കോളുകൾ. രാത്രികൾ മുഴുവൻ അവർ സംസാരിക്കും. ജീവിതം, സ്വപ്നങ്ങൾ, ചെറിയ രഹസ്യങ്ങൾ. അവർ ഒരിക്കലും കണ്ടിട്ടില്ല, പക്ഷേ ഒരുപാട് അടുത്തവരായി. ഒരു ദിവസം ഫൈസൽ ചോദിച്ചു, നമ്മൾ ഒരിക്കൽ കാണാമോ? ഹിബ കുറച്ചു നിമിഷം മിണ്ടാതിരുന്നു. കാണാം, പക്ഷേ കുറച്ചു സമയം കൂടി, അവൾ പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മിസ്ഡ് കോൾ ഇല്ല, മെസ്സേജ് ഇല്ല. ഫൈസൽ പലവട്ടം വിളിച്ചു, പക്ഷേ ഫോൺ ഓഫ്. ദിവസങ്ങൾ നീണ്ടു. അവൻ മനസ്സിലാക്കി, ചില ശബ്ദങ്ങൾ അപ്രത്യക്ഷമാകും. പക്ഷെ അവൻ മറന്നില്ല. ഒരു ദിവസം വീണ്ടും ഒരു മിസ്ഡ് കോൾ. അതേ നമ്പർ. ഫൈസൽ ഉടനെ തിരിച്ചു വിളിച്ചു. ഹലോ, അവൻ പറഞ്ഞു. അവിടെ നിന്ന് അതേ ശബ്ദം. നീ ഇപ്പോഴും കാത്തിരിക്കുകയാണോ? ഹിബ ചോദിച്ചു. ഫൈസൽ ചിരിച്ചു. അതെ, ഒരു മിസ്ഡ് കോൾ മതിയായിരുന്നു, അവൻ പറഞ്ഞു. അവൾ പറഞ്ഞു, നാളെ കാണാം. അടുത്ത ദിവസം ഒരു കഫേ. ഫൈസൽ കാത്തിരുന്നു. ഒരു പെൺകുട്ടി അടുത്തേക്ക് വന്നു. മിസ്ഡ് കോൾ ഓർമ്മയുണ്ടോ? അവൾ ചിരിച്ചു. ഹിബ. ആ നിമിഷത്തിൽ ഫൈസൽ മനസ്സിലാക്കി, ചില മിസ്ഡ് കോൾസ് തെറ്റായി വരില്ല. അവ പ്രണയത്തിന്റെ തുടക്കമാണ്.